ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ JBLൻ്റെ ഒരു പാർട്ടി ബോക്സ് 310 അഴിച്ച് സ്പീക്കറൊക്കെ റെഡിയാക്കുന്നത് കാണിച്ചായിരുന്നു. അതിൻ്റെ സ്പീക്കർ സ്പൈഡറൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ കണക്ഷനൊക്കെ അവർ കൊടുത്തതിലും വിദഗ്ധമായ രീതിയിൽ വളരെ ഇതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളകി പറഞ്ഞൊന്നും പോകത്തില്ല. അവർ നീളത്തിലിട്ടിരുന്നുകൊണ്ടാണ് അടിച്ചു പോയത്. ഇനി ഇത് അടിച്ചു പോകത്തൊന്നുമില്ല. അപ്പോൾ JBLന് മേളിൽ ചെയ്തതെന്നൊന്നും പറയരുത്. JBL ചെയ്തതിൻ്റെ പോരായ്മകൾ തീർത്തിട്ടുണ്ട്. ഇത് സബ് ഊഫറാണ്, സ്പീക്കറാണ്. അങ്ങനെ എല്ലാ ഫങ്ഷനും കൂടെ ചെയ്യുന്ന വളരെ മൂവ്മെൻ്റ് ഉള്ള ഒരു സ്പീക്കറാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വൈൻഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അത് തിരിച്ച് ഞാൻ പെട്ടിക്കകത്തോട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ട ഈ ഇരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഡാൻസിങ് ലൈറ്റിൻ്റെ PCB ആണ്. ഈ PCBയിലാണ് ഡാൻസിങ് ലൈറ്റ് ഉള്ളത്. ഈ രണ്ട് ഊഫറും കൂടാതെ 2 ട്യൂട്ടറും കൂടെ മാത്രമേ ഇതിനകത്തുള്ളൂ. 60,000 രൂപ ഇറങ്ങിയ സമയത്ത് വിലയും ഇപ്പോൾ 40,000-ന് മേളിൽ വിലയുമുള്ള ഒരു സബ് ഊഫറാണ്. അപ്പോൾ ഇതിൻ്റെ പെട്ടിക്കകത്തേക്ക് നമുക്ക് സ്പീക്കർ വെക്കാം. അതിൻ്റെ ഒരു ഇതുണ്ട്, ലോക്കുണ്ട് ഈ സൈഡിൽ. ആ ലോക്ക് നോക്കി തിരിയാത്ത രീതിയിൽ കറക്റ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ കണക്ഷൻ കൊടുത്ത് ഇത് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ അസംബ്ലിങ് ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ 2 ആൾക്കാരും കൂടെ സഹായത്തിനുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം കണക്ഷൻ കൊടുക്കാം. ഊഫർ റെഡിയാക്കി തന്നിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ കണക്ഷൻ കൊടുത്തോളൂ. ഇനിഷൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോളുക. കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തോണം. ഞാൻ മേൽനോട്ടത്തിലൂടെ ഇരിപ്പുണ്ട്. തെറ്റിച്ചാൽ പിടിക്കുന്നതായിരിക്കും, തെറ്റിക്കരുത്. നമ്മുടെ സമയം വിലയുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ ഡയലോഗ് ഇടുന്നുണ്ട്, ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ്, ഇത് ഞാനും അഴിച്ചൊക്കെ പണികളൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. നല്ല കാര്യം. അങ്ങനെ എല്ലാ പണികളും ചെയ്യണം, എല്ലാവരും ചെയ്യണം. നല്ല രീതിയിൽ എല്ലാവരും വളർന്നു വരണം. എങ്കിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ ഇത് കാണിക്കുന്നതന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അറിയാവുന്നവർ ഈ വീഡിയോ കാണണ്ട, അറിയാൻ മേലാത്തവർ കണ്ടാൽ മതി. നമുക്ക് നാട്ടിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും കമ്പനിക്കാർക്ക് തന്നെ എല്ലാം നന്നായി കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെ പോലെയുള്ള ടെക്നീഷ്യന്മാർക്കും നന്നായി കൊടുക്കാൻ പറ്റണം. ഒത്തിരി ടെക്നീഷ്യന്മാരൊക്കെ ആവശ്യത്തിനുള്ള ഒരു ഫണ്ടോ പണമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നിർത്തി പോകുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഒരു ടെക്നീഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും. അതായത് നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരും കുറ്റം പറയരുത് നമ്മളെ. അത് ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ. നമ്മൾ ചെയ്തു കൊടുത്ത സാധനം ഉടനെ കേടുവാകാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആത്മാർത്ഥതയും കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. നമ്മളെ ആരെങ്കിലും കുറ്റം പറയുകയോ തിരുത്തോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ. നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ കുറ്റം പറയുള്ളൂ. സ്നേഹമില്ലാത്തവർ കുറ്റമൊന്നും പറയല, വിമർശിക്കത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ച് ഞാനതെല്ലാം ക്ഷമിക്കുകയാണ്. അപ്പം സ്നേഹമുള്ളവർ കുറ്റം പറയും, സ്നേഹമുള്ളവർ തല്ലും. നമ്മൾ വഴിയെ പോകുന്ന കില്ലപ്പട്ടികളെ നമ്മൾ തല്ലുമോ? ഇല്ലല്ലോ. നമ്മളെ വീട്ടിൽ വളർക്കുന്ന പട്ടി അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ അടി കൊടുക്കത്തില്ലേ? അടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ കണക്ഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. LED ലൈറ്റ് ഒരെണ്ണം പോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായിട്ട് നോക്കി കണ്ട് അതൊന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് അതിൻ്റെ അകമൊക്കെ നല്ലൊന്ന് കാണിച്ച്, അത് ഇടുന്നതിന് മുമ്പ് അതിൻ്റെ അകവും ആ ലൈറ്റ് വരുന്ന ലൈനും അതിൻ്റെ പിന്ന് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ലൊന്ന് കാണിച്ച് ഡീപ്പായിട്ട് കാണിച്ചു. ആ ലൈനുകൾ, സ്ട്രിപ്പ്, നമ്മളവർക്ക് എങ്ങനെ ഇത്ര LED കിടന്നൊഴുകുന്നു. ആ പ്രദേശം മുഴുവൻ LED വെച്ചിരിക്കുക. അതൊക്കെ തട്ടി താവട്ടിട്ടിട്ട് സ്ക്രൂ ഇട്ട് വിടാം. ലോക്കെല്ലാം വീണോന്ന് നോക്കി.
നല്ല ബിൽഡ് ക്വാളിറ്റി എന്നാണേലും ജെ ബി എല്ലിനുണ്ട്. ആ നെറ്റും എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയിലാണ് ജെ ബി എൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി ബോക്സ് സോണിയും കുഴപ്പമില്ല, ജെ ബി എല്ലും കുഴപ്പമില്ല. രണ്ടുമാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കാണുന്നത്. സോണി നല്ല പാർട്ടി ബോക്സാണ്, ജെ ബി എല്ലും നല്ല പാർട്ടി ബോക്സാണ്. പിന്നെ കംപ്ലൈൻറ്റ് എല്ലാത്തിനും വരുമല്ലോ. കംപ്ലൈൻറ്റ് വരാത്തൊരു സാധനമില്ലല്ലോ. ഏത് മനുഷ്യനിർമ്മിതമായ സാധനങ്ങളെല്ലാം കംപ്ലൈൻ്റ് ആവും. ദൈവനിർമ്മിതമായ നമുക്ക് വരെ കംപ്ലൈൻ്റ് ഉണ്ട്. സ്ക്രൂകളെല്ലാം കറക്റ്റ് നോക്കിയിടണം. ഒരു സ്ക്രൂ പോലും മാറ്റം വരാൻ പാടില്ല. അക്കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഓരോന്നിനും ഓരോ ടൈപ്പ് പിന്നും ഇതുമെല്ലാം അല്ലേ എടുത്തിരിക്കുന്നത്. സെറ്റിങ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഫുള്ള് ഇരുന്നോട്ടെ, ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാതെ. ഇല്ല, ഷോർട്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. ഇങ്ങനെയാണോ? എർത്ത് പിന്നാണത്. ഇവിടെ ഒരു വെട്ടുണ്ട്. വെട്ടിനകത്ത് ഇതിങ്ങനെ ഇറക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഇടുമ്പോൾ കുഴപ്പം വരും. കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അവർ വെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എർത്ത് അവിടെ കൊടുത്തു, അത് ആ ബോഡി കൂട്ടിയായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇതൊന്ന് ശരിക്കും കാണിച്ച്, ഇതാണ് ഇതിൻ്റെ ആയുള്ള ബോർഡ് അല്ലേ. ഇത് ആംപ്ലിഫയർ ബോർഡല്ലേ, സ്പീക്കറോട്ടുള്ള. ഇതാണ് ഇതിൻ്റെ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി, ഈ പാർട്ടി ബോക്സ് 310 ഇരിക്കുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. സന്തോഷമായില്ലേ? നോക്കും, ഈ ഇരിക്കുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ചെറിയ IC, അതിൻ്റെ കോയിലുകൾ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ പവർ സപ്ലൈ ആണ്, 24 വോൾട്ട് പവർ സപ്ലൈ ആണ്. ഇത് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഇതാണ് അതിൻ്റെ കവറ്. നമ്മുടെ പവർ സപ്ലൈയുടെ ആംപ്ലിഫയറിൻ്റെയും കൂടെ ഈ ബോർഡിൻ്റെ കവറാണിത്. കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇതാണ് കൺട്രോൾ യൂണിറ്റ്, സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം വരുന്ന അടുത്ത ബോർഡ് ഇതാണ്. പക്ഷേ നമുക്ക് പവർ സപ്ലൈ, ആംപ്ലിഫയർ, ഇത്രയും സാധനം ഇതിനകത്ത് പാട്ടിനകത്ത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുകയാണ്. സ്ട്രിപ്പ്, ഇത് ബാറ്ററിയുടെ കണക്ഷൻ സ്ട്രിപ്പ്, അതൊന്ന് കണക്ട് ചെയ്തു. ഇതൊക്കെ ഇപ്പോൾ വീഡിയോ അല്ലാതെ വരുമോ? അതെങ്ങനെ പിടിച്ചാൽ നല്ല പിടിക്കണ്ട. അതാ ക്ലാസ് ഡി ആകുമ്പോൾ കയ്യിലുണ്ടെന്ന് ചെണ്ടൊക്കെ. ഹലോ, പറഞ്ഞോ. നമുക്കൊരു ഓവലിൻ്റെ ഇപ്പം പറഞ്ഞ റൗണ്ടിനാണ് 3600. ഓക്കെ, മെസ്സേജ് ഞങ്ങളിപ്പോൾ നോക്കുന്നില്ലോ, അതുപോലെ മെസ്സേജാണ്, മറുപടി പറയാൻ പറ്റിയല്ല. ശരി. ലൈറ്റ് അതിന് പാട്ട് വരുമ്പോഴേ വരുള്ളൂ. അങ്ങനെ അതിൻ്റെ സെറ്റ് ലൈറ്റ് വന്നല്ലോ. ഓക്കെ, അതിന് പാക്ക് ചെയ്യാം. സംഗതി സക്സസ്. ബാക്കി സ്കൂളിലിട്ടു. നല്ലൊരു കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പവർ സപ്ലൈക്ക് ഇതിനു വേണ്ടി. അപ്പോൾ നമ്മളിവിടെ എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റൽ ബോഡി, രണ്ടിടത്തെ മെറ്റലാണെന്ന്. പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നല്ലോ, അത് മെറ്റലാണോ? മെറ്റലാണ്. കാന്തം പിടിക്കുമെന്നാണ് ഞാൻ നോക്കിയത്. മെറ്റലാണ്. അതേ എർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സ്റ്റാറ്റിക് കറണ്ട് വന്ന് ഒരു ഷോക്ക് പോലും വരാതിരിക്കാൻ വേണ്ടി ഇതുണ്ടോ. ഇതായിട്ട് ഒരു എർത്ത്, 2 എർത്ത്,
പിന്നെ അവിടെ മെറ്റൽ എൻ്റെ ബോഡിയായിട്ട് കൊണ്ട് എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എർത്ത് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഈ കാണുന്നത്. ഇതൊരെർത്ത്, ഇത് രണ്ടാമത്തെ എർത്ത്, അത് ബോഡിയായിട്ട് എർത്ത്. അത് സ്റ്റാറ്റിക് കറണ്ട് വഴി ഇത് നമുക്ക് ഷോക്ക് തോന്നാതിരിക്കാൻ വേണ്ട എർത്ത് ചെയ്യുന്നു. നല്ല എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. ഒന്നുമില്ല JBL ബ്രാൻഡല്ലേ. അടുത്ത സെറ്റിങ്സിലേക്ക് വരുന്നു. ഇനി ടോപ്പ് ചെയ്തതിന് ശേഷം ബാക്കിൽ അടിയിലെ വീലും കാര്യങ്ങളും എല്ലാം, പിന്നെ സൈഡും കൂടി ഇട്ടാൽ മതി. ഇത് ഈ സൈഡ്, ഇത് ബാറ്ററി ഇരിക്കുന്ന സ്ഥലമാണ്. ബാറ്ററിയാണ് ഇരിക്കുന്നത്. ബാറ്ററി ഇരിക്കുന്ന ആ സൈഡാണോ അത്? ഓക്കെ. ബാറ്ററിയുടെ ഇത് നോക്കിയാൽ മതി. वॉइस आ रही है? आई एम ऑडिबल टू यू सर? Yes, where are you calling from? I am calling settlement regarding business loan sir. അന്നേരെ ഒഴിഞ്ഞു മാറുക എന്നുള്ളൂ. ഒരുത്തനിട്ടിട്ടുണ്ട് കളിയാക്കിയേ. ഇത് അഴിക്കാൻ എത്ര നേരം വേണം, ഞാനും ഈ പണിയൊക്കെ ചെയ്യുന്നവനാന്ന്. എത്ര പേര് ഇത് അഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന ആ സ്വാമി 3 കൊണ്ടുപോയിട്ട് ഇത് അഴിക്കാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? തള്ളാൻ എല്ലാവർക്കും വലിയ കഴിവാണ്. എന്നിട്ട് നമ്മളെ തള്ളുകാരനെന്ന് വിളിച്ച് കളിയാക്കുക. നമ്മൾ മോശക്കാരാന്നേ, തള്ളുകാരനാ. സമ്മതിച്ചു. സന്തോഷമായോ ചേട്ടന്? സന്തോഷമായില്ലേ? നമ്മളുള്ള കാര്യം പറയുമ്പോഴത്തേക്കും തള്ള, ഉന്ത, വരയാന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ നമ്മുടെ കട ഇനി എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും ഫോൺ വിളിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ. കട ഇനി എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും ഫോൺ വിളിക്കല്ലേ. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി. മിനി സിവിൽ സ്റ്റേഷൻ, കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ്, ബസ് സ്റ്റാൻഡിനടുത്ത്, KR ബേക്കറിക്ക് അടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത്, KK റോഡിൽ ഹൈവേ തന്നെയുള്ള 4 നില ബിൽഡിംഗാണ് സോണി ഇലക്ട്രോണിക്സ്. നമ്മുടെ വീട് കട കഴിഞ്ഞിട്ടാണ് നമുക്ക് ബസ് സ്റ്റാൻഡ്. ആ ഏണി എടുത്തോണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. അവിടെ തന്നെ ഓൾട്ടേവ്, അഡാപ്റ്ററിൻ്റെ ഔട്ടിൽ ഓൾട്ടേവ് നോക്കണം. അത് എവിടെയാണ് വന്ന് കയറിയിരിക്കുന്നു നോക്ക്. ഒരു ലൈൻ ഇങ്ങോട്ട് വന്നിട്ട് ആ ലൈനേലോട്ടാണ് ഇത് മൊത്തം കത്തുന്നത്. ആ ലൈൻ അല്ലടാ, അതിൻ്റെ അഡാപ്റ്ററിൻ്റെ ഇൻപുട്ട് നോക്ക്.
ആ ലൈൻ ഇല്ലല്ലോ അവിടെ ഇനി എടുത്തേ പുറത്തേക്ക് ഇടടാ അത് ഏ അത് കറണ്ട് 12 വോൾട്ട് ഔട്ട് എടുക്കുന്ന ലൈൻ ഇട് അന്ന് തന്നെ കത്താത്തേ അഡാപ്റ്ററിന്റെ പിന്ന് ലൂസായി പോയെന്ന് നോക്ക് AC കുത്തുന്നത് ആ ഇത്രയല്ലേ ഉള്ളു കംപ്ലൈന്റ് ലെവൽ ചെയ്ത് ഓക്കെ ഇതും ലെവൽ ചെയ്ത് എല്ലാം ലെവൽ ചെയ്ത് സോണി ഇതും ഓക്കെ ഇനി ഒരു സോണി കൂടെ എടുത്തുണ്ടോ അവിടെ ഓക്കെ സോണിയുടെ സബ്ബൂഫറിൻ്റെ നീ മതി. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ടി ബോക്സ് ആയി സെറ്റായി. ഇനി നമുക്കിവനെ താത്തു. ഇനി ഇവിടുത്തെ ഒരു സൈഡിലൊരു സ്ട്രിപ്പുണ്ട്. ഈ സ്ട്രിപ്പൂടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പരിപാടി കഴിയുവാണ്. അപ്പോൾ ആ സ്ട്രിപ്പ് ഞാൻ കുത്താം. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സാധനം നമ്മൾ പാക്ക് ചെയ്തെടുത്തു. എല്ലാം സെറ്റാണ്. ഇനി ഓണാകുമോ എന്ന് നോക്കിയാൽ മതി. എല്ലാം പാക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ കുറേ സ്റ്റിക്കറുണ്ട്, അതെല്ലാം ഇവിടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ഓണാക്കി നോക്കാം വർക്കാവുമെന്ന്. ഇണക്കമില്ല. ഓണായി. ഇത് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓൺ. Ready. റെഡി. അപ്പോൾ റെഡിയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല.
പവർ ഓഫ് ചെയ്യേ.